അമ്മേ നാരായണ. ചോറ്റാനിക്കര നവരാത്രി മഹോത്സവം ഇന്ന് 5-ാം ദിവസമാണ്. ക്ഷേത്രത്തിൽ വൻ ഭക്തജനത്തിരക്കാണ്. ഇത്രയും സമയമായിട്ടും ഒരുപാട് ഭക്തജനങ്ങൾ അമ്മയെ കണ്ടു തൊഴുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. നമുക്കറിയാം, നവരാത്രി ദിനങ്ങളിൽ അമ്മയെ ഒന്ന് കണ്ടു തൊഴുന്നത് തന്നെ ഒരു വലിയ മഹാഭാഗ്യമായിട്ട് തന്നെ കരുതുന്ന ഭക്തജനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ ഭക്തജനത്തിരക്ക് തന്നെയാണ് ഇവിടെ കാണുന്നത് ഈ സമയമായിട്ടും കേട്ടോ. ഇപ്പോൾ വേദി 2-ൽ പ്രശസ്ത പിന്നണി ഗായകൻ അഭിജിത്ത് കൊല്ലത്തിൻ്റെ ഭക്തിഗാനമേള നടക്കുന്നു. അതുപോലെ വേദി 1-ൽ നൃത്തനൃത്യങ്ങൾ, വേദി 3-ൽ പ്രോഗ്രാം നടക്കുന്നു. അങ്ങനെ നവരാത്രി എന്തുകൊണ്ടും വളരെ വലിയ രീതിയിൽ നല്ല ആഘോഷപൂർവ്വമായിട്ട് ഇങ്ങനെ കൊണ്ടാടുകയാണ്. ഇത് കാണുമ്പോൾ, ഈ കാഴ്ചകൾ ഭക്തജനങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ഒരു നവരാത്രിയുടെ സന്തോഷം എന്താണ്. നമുക്കറിയാം, മഹിഷാസുരനെ വധിച്ച് ഭഗവതി ആ വിജയദശമി ദിനത്തിൽ തൂവള്ള വസ്ത്രധാരിയായി അമ്മ നമ്മളെ അനുഗ്രഹിക്കുന്ന അസുലഭ നിമിഷം, ആ അസുലഭ നിമിഷം ഈ നവരാത്രി ദിനത്തിൻ്റെ അവസാന ദിവസമാണ്. ഒക്ടോബർ 2 വിജയദശമി ദിനമാണ്. ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ 29-ാം തീയതി വൈകുന്നേരം 4 മണിക്കാണ് പൂജവെപ്പ്. അതിനുശേഷം ഒക്ടോബർ 2-ാം തീയതി 8:30 പന്തിരടി പൂജയ്ക്ക് ശേഷം പൂജയെടുത്ത് വിദ്യാരംഭം, തുടർന്ന് വിദ്യാരംഭം. ഇത് കണ്ടോ, ഭക്തജനത്തിരക്ക് നമുക്കറിയാവുന്ന കാഴ്ച തന്നെയാണിത്. ഇങ്ങനെ ജനങ്ങൾ അമ്മയെ ഒരു നോക്ക് കാണുവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഭക്തജനങ്ങൾ ഇങ്ങനെ വരുന്ന ഒരു കാഴ്ച. എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇവിടെ വരാത്തവർക്കും ഈ ക്ഷേത്രത്തിൽ എത്താത്തവർക്കും ചോറ്റാനിക്കര അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ. എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട്